കർത്താവിൻ്റെ നല്ല വചനം ഹല്ലേലൂയ. 2 കൊരിന്ത്യരുടെ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, 2 Corinthians chapter 13 verse number 5. വചനം ഇങ്ങനെ പറയുന്നു: എക്സാമിൻ യുവർ സെൽസ് ടു സീ ഇഫ് യുവർ ഫെയ്ത്ത് ഇസ് ജെനുവിൻ. ടെസ്റ്റ് യുവർ സെൽസ്. ഷോർലി യു നോ ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഇസ് അമംഗ് യു. ഇഫ് നോട്ട്, യു ഹാവ് ഫെയിൽഡ് ദ ടെസ്റ്റ് ഓഫ് ജെനുവിൻ ഫെയ്ത്ത്. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ഇല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ അറിയുന്നില്ലയോ? ആമേൻ. സ്തോത്രം. അപ്പം കർത്താവിൻ്റെ വചനം ഇവിടെ പറയുന്നു. 1-2 വാക്യങ്ങൾ ശ്രദ്ധിക്കാൻ. 2 Corinthians chapter 13 verse number 5. എക്സാമിൻ യുവർ സെൽസ് ടു സീ ഇഫ് യുവർ ഫെയ്ത്ത് ഇസ് ജെനുവിൻ. എക്സാമിൻ ചെയ്യുക, പരീക്ഷിച്ച് നോക്കുക. സെൽഫ് എക്സാമിനേഷൻ എന്നാൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഒന്ന് സെൽഫ് എക്സാമിൻ ചെയ്യുക. ചിലപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോകുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് നടുവേദനയുണ്ടോ അല്ലെങ്കിൽ കൈവേദനയുണ്ടോ പനിയുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യത്തില്ലേ. ചിലപ്പം പനിയും കൊണ്ടുള്ള ഭാരമായിരിക്കും. പക്ഷേ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് പനിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. എന്തിനാണ് പനി ചെക്ക് ചെയ്യുന്നത്? ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പം പറയാൻ, ഞാൻ ഇത്ര മണിക്ക് നോക്കി അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ഇടവിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒക്കെ ഇങ്ങനെ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്ന് പറയാൻ, അല്ലേ? അല്ലെങ്കിൽ ചിലപ്പം BP 2-3 ദിവസമൊക്കെ കൂടി നിൽക്കുവാണെങ്കിൽ BP സ്വന്തമായിട്ടൊന്ന് എക്സാമിൻ ചെയ്യും. അപ്പം പൗലോസ് അപ്പോസ്തലൻ വചനത്തിനകത്ത് പറയുക, എക്സാമിൻ യുവർ സെൽസ്. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്. നിങ്ങൾ തന്നെ നിങ്ങളുടെ വിശ്വാസത്തിനെ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്ക്. നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയമായിട്ടൊന്ന് പരീക്ഷിക്കുക. 13-5 തുടക്കം ഒന്ന് വായിക്കാം. 2 Corinthians 13-5. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് പരിശോധിക്കുവിൻ. ഹല്ലേലൂയ. എക്സാമിൻ യുവർ സെൽസ് ടു സീ ഇഫ് യുവർ ഫെയ്ത്ത് ഇസ് ജെനുവിൻ. അത് ഇംഗ്ലീഷിൽ ഇച്ചിരിയും കൂടെ, നിങ്ങളുടെ വിശ്വാസം സത്യമായിട്ടും ഉള്ളതാണോ എന്ന്. ഈ സ്വർണ്ണമൊക്കെ ഒരച്ച് നോക്കത്തില്ലേ? സ്വർണം 22 ക്യാരറ്റ് സ്വർണ്ണമാണോ? ജ്വല്ലറി ഗോൾഡൊക്കെ കിട്ടുമ്പം, ഇപ്പം സ്വർണം വിൽക്കാനൊക്കെ പോകുമ്പം അവരൊന്ന് ഒരച്ച് നോക്കും. ഈ സ്വർണത്തിൻ്റെ മാറ്റ് എത്ര ഉണ്ട് എന്നൊന്നറിയാൻ, അതിൻ്റെ പ്യൂരിറ്റി എത്രയുണ്ടെന്നൊന്നറിയാൻ. അതേപോലെ ഇന്ന് വചനം നമ്മളോട് പറയുക, നമ്മുടെ വിശ്വാസം എത്രത്തോളം പ്യുവറാണ്, എത്രത്തോളം വിശുദ്ധമായതാണ്, എത്രത്തോളം ഉണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമെന്ന് നമ്മൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ. ഇതെത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇത് വചനത്തിനകത്ത് ഇങ്ങനെ കയറി വന്നിരിക്കുന്നത്, അല്ലേ? ഇന്ന് ഹല്ലേലൂയ, നമ്മളൊരു എക്സാമിൻ യുവർ സെൽസ് ടു സീ ഇഫ് യുവർ ഫെയ്ത്ത് ഇസ് ജെനുവിൻ. ടെസ്റ്റ് യുവർ സെൽസ്. ഹല്ലേലൂയ. നമ്മുടെ ഒരു വാലിഡ് ടെസ്റ്റിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം ശരിക്കും ഉള്ളതാണോ? നമ്മൾ ശരിക്കും ആത്മാർത്ഥതയോടെയാണോ ഈ വിശ്വാസത്തിൽ നിൽക്കുന്നത്? കർത്താവിനെ ആത്മാർത്ഥതയോടെയാണോ നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്നത്? അതല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ കൊച്ചു പിള്ളേർ ഇട്ടേച്ച് പോകുന്നത് പോലെ ഇട്ടേച്ച് പോകുമോ? എങ്ങനെയാണ് നമ്മളുടെ കാഴ്ചപ്പാട്? എനിക്കിതൊന്നും കർത്താവ് ചെയ്തു തന്നില്ല, ഇതൊക്കെ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കിതുവരെയായിട്ട് ഒരു കാര്യവും നടന്നില്ല എന്നൊക്കെ ചിലവർ പറഞ്ഞു കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ ചിലവർ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്, ഇതിങ്ങനെ വിചാരിച്ചതുപോലൊന്നും അല്ല, ഭയങ്കര പ്രതികൂല പോരാട്ടം. ചിലരുടെ വാ തുറന്നാൽ അവർ പറയും, എന്തോ പറയാനാ സഹോദരി, ഈ വിശ്വാസത്തിൽ വന്നതിനെ പിന്നെ ഇങ്ങനെയൊക്കെ എന്ന് പറയും, അല്ലേ? അല്ലെങ്കിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ പറയുക, ഹല്ലേലൂയ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിനെ തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. നിങ്ങൾ എത്രത്തോളം ആഴത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഏതോ ഒരു വിശ്വാസത്തിൻ്റെ അളവ് വെച്ചിട്ടാണ് എബ്രായരുടെ ലേഖനം 11-ാം അധ്യായത്തിനകത്ത് നമ്മൾ വരുമ്പം അതിൻ്റെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, തിരുവചനം പറയുന്നു, നമ്മുടെ ചുറ്റിനും ഒരു വിശ്വാസി 11-ാം അധ്യായം 1-ാം വാക്യം വിശ്വാസത്തിനെ കുറിച്ച് പറയുന്നു, അല്ലേ? വിശ്വാസം കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുന്നത്, അത് നടന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്, യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നതാണ് ശരിക്കുമുള്ള വിശ്വാസം. 11-1 ഫെയ്ത്ത് ഇസ് ദ
കോൺഫിഡൻസ് ദാറ്റ് വാട്ട് വി ഹോപ്പ് ഫോർ വിൽ ആക്ച്വലി ഹാപ്പൻ. ഇത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. എൻ്റെ അകത്ത് ഈ വിശ്വാസം കിടപ്പുണ്ടോ? അല്ല, ഒന്നും നടന്നില്ലെങ്കിലും ഇത് നടക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഓരോ അടയാളം കാണുമ്പോൾ ഞാൻ പറയും അതെനിക്ക് നടന്ന് കിട്ടി, എനിക്കറിയാം അതെനിക്ക് നടക്കുമെന്ന്. ചുറ്റിനും നിൽക്കുന്ന ഒരു വിശ്വാസി സമൂഹമുണ്ട്. ആ വിശ്വാസി സമൂഹവുമായിട്ട് നമ്മുടെ വിശ്വാസത്തിനെ ഒന്ന് താരതമ്യം ചെയ്യണം, ഒന്ന് കമ്പയർ ചെയ്യണം. അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് അവരുടെ വിശ്വാസമായിട്ട് നോക്കിയിട്ട് നമ്മളൊന്ന് തീരുമാനിക്കണം എത്രത്തോളം ഉണ്ട് എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം. ഹല്ലേലൂയ. യുദ്ധം പെരുക്കുമ്പോൾ സ്തോത്രം, പടയാളികൾ ഓടിപ്പോകത്തില്ല അല്ലേ? യുദ്ധം മൂർച്ഛിച്ച് വരുമ്പോൾ പടയാളി അവിടെ നിന്നിട്ട് യുദ്ധം ചെയ്യുന്നവർ നിന്നിട്ട് അവർ യുദ്ധമാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഒരു യുദ്ധക്കളത്തിൽ എന്നെക്കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്കറിയത്തില്ല ഈ സ്ട്രാറ്റജീസ് എന്നൊന്നും പറഞ്ഞിട്ട് ഇട്ടേച്ച് പോകത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാലങ്ങൾ, നമ്മൾ പഠിച്ച സമയങ്ങളിൽ എന്തെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും പലവരും, എന്നെക്കൊണ്ട് വയ്യ പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പകുതി വഴി വെച്ച് ഇട്ടേച്ച് പോകുമോ? ഇട്ടേച്ച് പോകത്തില്ല. എന്താ? തോറ്റു പോകുന്നവരാ ഇട്ടേച്ചു പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെ വിളിച്ചിരിക്കുന്ന തോക്കാനല്ല വിളിച്ചിരിക്കുന്നത്. ഇതൊന്ന് പറഞ്ഞ്, എന്നെ വിളിച്ചിരിക്കുന്നത് യുദ്ധത്തിനകത്ത് തോക്കാനല്ല വിളിച്ചിരിക്കുന്നത്, എന്നെ വിളിച്ചിരിക്കുന്നത് ജയിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ജയാളിയെ സേവിക്കുന്നത് കൊണ്ട് ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മളുടെ വിശ്വാസം ക്രിസ്തുവിൻ്റെ വിശ്വാസമാണ് നമ്മുടെ അകത്ത് കിടക്കുന്നത്. ഇന്ന് പറയണം, എൻ്റെ വിശ്വാസം എൻ്റേതല്ല, അത് ക്രിസ്തുവിൻ്റെ വിശ്വാസമാണ് എൻ്റെ അകത്ത് കിടക്കുന്നത്. മനുഷ്യൻ അവിടെ പറയുന്നു, 2 Corinthians 13:5 പറയുന്നു, എക്സാമിൻ യുവർ സെൽവ്സ് ടു സീ ഇഫ് യുവർ ഫെയ്ത്ത് ഇസ് ജെനുവിൻ. നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്, നിങ്ങളുടെ വിശ്വാസം സത്യമായിട്ടുമുള്ളതാണോ? ടെസ്റ്റ് യുവർ സെൽവ്സ്. നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഹല്ലേലൂയ. നമ്മൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ പുറമേ ഉള്ള രോഗമായിരിക്കും ചിലപ്പം മാറുന്നത്, അല്ലെങ്കിൽ ചിലപ്പം ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിൻ്റെ അകത്ത് രോഗം കിടപ്പുണ്ടെങ്കിൽ അത് പുറത്ത് പല വിധത്തിലത് കാണും അല്ലേ? ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക്, BP ഉള്ളവർക്ക്, ചിലവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, ചിലവർക്ക് തല കറങ്ങും, ചിലവർക്ക് തലവേദന ഉണ്ടാകും. അപ്പം പുറമേ കുറേ സിംറ്റംസ് ഉണ്ടാകും. പക്ഷേ ആ സിംറ്റംസിൻ്റെ വേരെന്താണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ ഹല്ലേലൂയ അതിന് കറക്റ്റായിട്ടുള്ള മരുന്ന് കൊടുത്ത് അതിനെ നേരെയാക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ജീവിത ശൈലികൾ മാറിയാൽ പല രോഗങ്ങളും, ആ ജീവിത ശൈലി മാറുമ്പം പല രോഗങ്ങളും മാറും. അപ്പോൾ മരുന്ന് കഴിച്ചതും കൊണ്ട് മാത്രമായില്ല ഒരാളുടെ BP മാറുന്നത്. മരുന്ന് കൊടുത്തു കഴിയുമ്പം ചിലപ്പം കുറേ ഇതൊക്കെ കൺട്രോളിലൊക്കെ വന്നെന്നിരിക്കും. പക്ഷേ എന്നേക്കുമായ ആ BP അണ്ടർ കൺട്രോളിലാകണമെങ്കിൽ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റണം അല്ലേ? ഉപ്പ് കഴിക്കുന്നത് കുറയ്ക്കണം, എണ്ണ കഴിക്കുന്നത് കുറയ്ക്കണം, നടക്കാൻ പോകണം, തൂക്കം കുറയ്ക്കണം, ഉറങ്ങണം സമയത്തിന്, വേണ്ടാത്ത സ്ട്രെസ് എടുക്കാൻ പാടില്ല. ഇതൊക്കെ കുറേ കാര്യങ്ങൾ, കുറേ ലൈഫ് സ്റ്റൈൽ മാറ്റണം അല്ലേ? അപ്പം മരുന്നെടുക്കുമ്പം മരുന്ന് കുറേ സിംറ്റംസിനെ മാറ്റുന്നു. പക്ഷേ ഈ രോഗം കംപ്ലീറ്റ്ലി മാറണമെങ്കിൽ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റിയേ പറ്റൂ അല്ലേ? അതേപോലെ തന്നെ നമ്മളുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട്, നമ്മുടെ വിശ്വാസം യഥാർത്ഥമായതാണോ, ഇറ്റ് ഈസ് റിയൽ, ജെനുവിൻ ആണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഹെബ്രായരുടെ 11 അടിസ്ഥാനം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഉറപ്പുണ്ടാകണം. ഞാൻ പ്രത്യാശിക്കുന്ന ശുഭഭാവി ഞാൻ കാണും. ഞാൻ പ്രത്യാശിക്കുന്നത് എനിക്ക് നേടിയിരിക്കും. ഞാൻ പ്രത്യാശയോടെ പിടിച്ചു നിൽക്കുന്നതിന് എനിക്ക് മറുപടി കിട്ടും. 1. 2, ഹല്ലേലൂയ, ഞാൻ കാണാത്ത കാര്യങ്ങൾ എനിക്ക് നടന്ന് കിട്ടും. അഷ്വറൻസ് അബൌട്ട് തിങ്സ് വി കനോട്ട് സീ. ഞാൻ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊരു ഉറപ്പുണ്ടാകണം. സ്തോത്രം. ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നോക്കുമ്പം അവർക്ക് അത്ഭുതങ്ങൾ നടന്നു, അവർക്ക് നടക്കുന്നെങ്കിൽ എനിക്കും ഇത് നടക്കും. ഹല്ലേലൂയ. എൻ്റെ കഴിഞ്ഞുപോയ കാലങ്ങളിൽ കർത്താവ് എന്നെ കൈവിടാതെ എന്നെ നടത്തിയെങ്കിൽ എനിക്കിന്നും ഒരു അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. 3,
നമ്മൾ ബൈബിളിനകത്ത് നോക്കുമ്പം പലവരെയും അവരുടെ വിശ്വാസം കാരണം അറിയപ്പെട്ടവരുണ്ട്. മരിയ തൻ്റെ വിശ്വാസം കാരണം ലോകത്തിന് അറിയപ്പെട്ട ഒരു സ്ത്രീയാണ്. ഹല്ലേലൂയ. പലവരെയും അവരുടെ വിശ്വാസം കാരണം ലോകം അറിയുന്നു. ഒരു സീറോ ഫിനിഷ്യക്കാരി സ്ത്രീയെ അവളുടെ വിശ്വാസം മൂലം അറിയപ്പെടുന്നു. ഒരു റോമൻ പടയാളിയെ നോക്കിയാൽ ആ പടയാളിയോട് യേശു നേരിട്ട് പറഞ്ഞു, നിന്നെപ്പോലെ ഒരു വിശ്വാസി വേറെ എവിടെ ഉണ്ട് അല്ലേ? ഇയ്യോബിനെ നോക്കിയാൽ ഇയ്യോബിൻ്റെ വിശ്വാസം വലുതായിരുന്നു. സ്തോത്രം. അപ്പം നമ്മളുടെ വിശ്വാസത്തിനെ മറ്റുള്ളവരുടെ വിശ്വാസവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട്, ഈ ബൈബിളിനകത്തുള്ള മഹാവിശ്വാസത്തോടെ നിന്നവരെ കമ്പയർ ചെയ്തിട്ട് നമ്മളുടെ വിശ്വാസത്തിനെ അളന്നു നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കണം, ഇവരെ ലോകം അറിഞ്ഞെങ്കിൽ എന്നെയും എൻ്റെ വിശ്വാസം മൂലം ലോകം അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. എന്നെ കണ്ടിട്ട് അനേകർ പറയണം, ദേണ്ട് ഇവർ പ്രാർത്ഥിച്ച് മുന്നേറുന്ന ഒരു വ്യക്തിയാണ്, ഇവരുടെ മക്കളിങ്ങനെ നന്മ അനുഭവിക്കുന്നെങ്കിൽ ഇവർ പിമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവരുടെ ലൈഫ് ഇങ്ങനെ അനുഗ്രഹമായെങ്കിൽ നമ്മളെ നോക്കിയിട്ട് പറയണം, ഇവർ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, ഇവർ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഇവരുടെ ലൈഫിനകത്ത് ഇത്ര അത്ഭുതം കാണുന്നത്. കണ്ടോ? നമ്മളെ കണ്ടിട്ട് അനേകർ പറയണം, നിങ്ങളൊരു പ്രാർത്ഥന വീരത്തിയ അല്ലെങ്കിൽ വീരന എന്ന് പറയാൻ ഇടയാവണം. നാലാമത്തെ ഒരു കാര്യം, നമ്മുടെ വിശ്വാസം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്കറിവുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ വിശ്വാസത്തെ പരീക്ഷിച്ച് നോക്കാം? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞേ ഈ 4 കാര്യങ്ങൾ. 1, ഞാൻ വിശ്വസിക്കുന്നതിന് മറുപടി കിട്ടും. 2, എനിക്ക് കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ഉറപ്പുണ്ട്. 3, ഹല്ലേലൂയ, എൻ്റെ വിശ്വാസം കാരണം മറ്റുള്ളവരെന്നെ അറിയപ്പെടും. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ച് ചിലതൊക്കെ നേടിയെടുക്കും. 4, ഹല്ലേലൂയ, ദൈവവചനത്തിന് ശക്തിയുണ്ടെന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പം ക്രിസ്തു നമ്മളുടെ അകത്ത് 2 കൊരിന്ത്യർ 13:5 ഇങ്ങനെ പറഞ്ഞു, എക്സാമിൻ യുവർസെൽസ്, നിങ്ങളെ തന്നെ പരിശോധിച്ച് നോക്ക്, നിങ്ങളുടെ വിശ്വാസം യഥാർത്ഥമാണോ, റിയൽ ആണോ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ തന്നെ പരീക്ഷിച്ച് നോക്ക്. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ 5-ാം വാക്യം പറയുന്നു, surely you know that Jesus Christ is among you. ചില ട്രാൻസ്ലേഷൻ പറയുന്നു, surely you know that Jesus Christ is in you. If not, you have failed the test of genuine faith. ഹല്ലേലൂയ. നമ്മളുടെ അകത്ത് ക്രിസ്തു ഉണ്ട്. ഹല്ലേലൂയ. ഈ ബോധ്യം എൻ്റെ അകത്തില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ പരീക്ഷയിൽ നമ്മൾ തോറ്റുപോയി എന്ന വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഏത് സാഹചര്യത്തിനകത്തും എത്ര പ്രതിസന്ധിക്കകത്തൂടെ ഞാൻ കടന്നു പോയാലും ഞാൻ ഒറ്റയ്ക്കല്ല, കർത്താവ് എൻ്റെ അകത്തുണ്ട്. ഈ BP-യുടെ മരുന്ന് കഴിക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറയും, BP ഒക്കെ കൂടി നിൽക്കുകയാണെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല, ഇന്ന് രാവിലെ മരുന്ന് കഴിച്ചതാണ്. കണ്ടോ? എന്താ? അവർക്കറിയാം അവർ മരുന്ന് കഴിച്ചത് കൊണ്ട് അവരുടെ BP എത്ര കൂടിയാലും കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് നോർമൽ ആയിക്കോളുമെന്ന്. മരുന്ന് കഴിച്ചത് കണ്ടോ? അവർ പറയും മരുന്ന് കഴിച്ചതാ, അത് കാരണം പേടിക്കേണ്ട. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ക്രിസ്തു നമ്മളുടെ അകത്തുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ എത്രയധികം ധൈര്യം നമ്മളുടെ അകത്തുണ്ടായിരിക്കണം. ക്രിസ്തുവിനെ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്നൊരു ഉദാഹരണത്തിന് പറയാം. തിരുവചനം അവിടെ പറയുന്നത് ഇത് മനസ്സിലാകാൻ വേണ്ടി പറയാം. 2 കൊരിന്ത്യർ 13:5 ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, surely you know that Jesus Christ is in you. കണ്ടോ? ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം ക്രിസ്തു നിങ്ങളുടെ അകത്ത് ഉണ്ട് എന്ന്. ഓക്കെ. അപ്പം ക്രിസ്തുവിനെ ഒരു മരുന്ന് പോലെ, ഒരു ഔഷധം പോലെ ഒന്ന് കണ്ടേ. ക്രിസ്തുവിനെ ഒരു ഔഷധം പോലെ കണ്ടാൽ നമ്മളുടെ അകത്ത്, എൻ്റെ അകത്ത് ക്രിസ്തു ഉണ്ട് എന്നെനിക്കൊരു ഉറപ്പും ധൈര്യവുമുണ്ടെങ്കിൽ ഈ ഔഷധമായ ക്രിസ്തു എൻ്റെ എല്ലിനകത്ത്, എൻ്റെ ഞരമ്പിനകത്ത്, എൻ്റെ ചിന്തകൾക്കകത്ത്, എൻ്റെ കണ്ണിനകത്ത്, കാതിനകത്ത്, നെഞ്ചിനകത്ത് ഒക്കെ കയറി വ്യാപരിച്ച് എനിക്ക് എന്താ തരുന്നേ? എനിക്ക് ബലം തരും, ശക്തി തരും, രോഗസൗഖ്യം തരും, എനിക്ക് വിടുതൽ തരും. എൻ്റെ അവയവങ്ങളൊന്നും കേടാവത്തില്ല, എൻ്റെ ചിന്തകളൊന്നും കറപ്റ്റഡ് ആവത്തില്ല, ദ്രവത്വം കയറിയ ചിന്തകളാവത്തില്ല. എൻ്റെ നോട്ടം നല്ലതായിരിക്കും, എൻ്റെ നടപ്പ് കൊള്ളും, എൻ്റെ ഇരിപ്പ് കൊള്ളും, എൻ്റെ കൊടുക്കൽ വാങ്ങൽ നേരെയായിരിക്കും. ഹല്ലേലൂയ. കണ്ട വചനം അവിടെ പറയുന്നേ 2 കൊരിന്ത്യർ 13:5, surely you know that Jesus Christ is in you.
ഇഫ് നോട്ട് യു ഹാവ് ഫെയിൽഡ് ദ ടെസ്റ്റ് ഓഫ് ജെനുവിൻ ഫെയ്ത്ത്. നമ്മൾക്കൊരു ഉറപ്പുണ്ടാകണം, യേശു ക്രിസ്തു എൻ്റെ അകത്ത് ഉണ്ട്. ഹല്ലേലൂയ. എൻ്റെ അകത്തിരിക്കുന്ന യേശു ക്രിസ്തു ഒരു എലിക്കുഞ്ഞിനെ പോലെ വലിപ്പമുള്ളവനല്ല. എൻ്റെ അകത്തിരിക്കുന്ന യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിനകത്ത് വരുന്ന സകല ചാലഞ്ചസിനെക്കാട്ടിലും സകല പ്രതിസന്ധിയെക്കാട്ടിലും വലിയവനാ. ഹല്ലേലൂയ. എൻ്റെ അകത്ത് വാഴുന്ന കർത്താവ് എല്ലാ പ്രതികൂലത്തിനെക്കാട്ടിലും ഏത് മലയെക്കാട്ടിലും വലിയവനാ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം ബലപ്പെടുത്തണം. സ്തോത്രം. ഇന്ന് ഈ വചനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ആ വാക്യം ഒന്ന് മലയാളത്തിലൊന്ന് ശ്രദ്ധിക്കാം. 2 കൊരിന്ത്യർ 13:5. എക്സാമിൻ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കൂ. ആമേൻ. നിങ്ങളെ തന്നെ പരിശോധിക്കുക. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ഇല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട്, യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ അറിയുന്നു. മതി. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ധൈര്യത്തോടെ ഇരിക്കണം. എന്ന് പറയണം, യേശു എൻ്റെ അകത്തുണ്ട്. ഒരു മരുന്ന് എങ്ങനെയാണ് ശരീരത്തിനകത്ത് സൗഖ്യം കൊടുക്കുന്നത്, അതിലും അപ്പുറമായിട്ട് എൻ്റെ അകത്തിരിക്കുന്ന യേശു എൻ്റെ ലൈഫിനെ നേരെയാക്കിയെടുക്കുന്നത്. എന്ന് പറയണം, എൻ്റെ അകത്ത് വാഴുന്ന കർത്താവ് എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ സാഹചര്യത്തിനെ, സകലതിനെ നേരെയാക്കിയെടുക്കും. ഇന്ന് പറയണം, ധൈര്യത്തോടെ പറയണം, ഞാൻ എൻ്റെ വിശ്വാസത്തിനെ ഞാൻ പരീക്ഷിച്ചു നോക്കി. നമ്മൾ സ്വന്തമായി ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് പനിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് പോലെ, പ്രഷറുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് പോലെ, ചിലവർ സ്വന്തമായിട്ട് പോയി കുറേ അസുഖങ്ങൾക്ക് സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്യും. ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് പോലെ ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യണം. ഹല്ലേലൂയ. എന്തെങ്കിലും കണ്ട ഉടനെ കരഞ്ഞു കൂവി വെപ്രാളപ്പെട്ട് ഓടി നടക്കുവാണോ, അതോ ക്രിസ്തു എൻ്റെ അകത്തുണ്ട്, എൻ്റെ സാഹചര്യങ്ങളെക്കാട്ടിലും വലിയവൻ എൻ്റെ അകത്തുണ്ട്, ഒരു നാളും എന്നെ കൈവിടാത്തവൻ, ഉപേക്ഷിക്കാത്തവൻ, ഞാൻ ഒരിക്കലും തട്ടിത്താഴെ വീഴാതെ വണ്ണം എന്നെ സൂക്ഷിക്കുന്നവൻ എൻ്റെ അകത്തുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്, ഔഷധമായ ക്രിസ്തു ഹല്ലേലൂയ എൻ്റെ ലൈഫിനെ, എൻ്റെ ജീവിതത്തിനെ നേരെയാക്കിക്കൊണ്ടിരിക്കുക. എനിക്കത് അറിയാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വർദ്ധിച്ചു വരട്ടെ. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തിനകത്ത് അവർ വർദ്ധിച്ചു വരട്ടെ. ക്രിസ്തു ഏറ്റവും നിറഞ്ഞ് നിങ്ങളുടെ ലൈഫിനകത്ത് നിൽക്കുന്നു എന്ന് അറിയുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഭയങ്കര കഷ്ടപ്പാടിലൂടെ കടന്നുപോയ പൗലോസ് അപ്പോസ്തലൻ എങ്ങും വീഴാതെ വണ്ണം, പതറാതെ വണ്ണം, എൻ്റെ വിശ്വാസം ഞാൻ മുറുകെ പിടിച്ച് പഴയതിനെ മറന്നു കളഞ്ഞേച്ച് ഞാൻ മുന്നോട്ടുള്ളതിനെ നോക്കി ഞാൻ ആഞ്ഞു മുന്നേറുന്നു എന്ന് പറഞ്ഞ പൗലോസിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, എന്നിൽ വാഴുന്ന കർത്താവ് വലിയവനാ. അതുകൊണ്ടാണ് ജയിലിൽ കടന്നിട്ടും പറഞ്ഞത്, റിജോയ്സ് ഇൻ ദ ലോർഡ്. അഗൈൻ ആൻഡ് അഗൈൻ ഐ സേ റിജോയ്സ് ഇൻ ദ ലോർഡ്. നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവൻ. എന്താ? അകത്തൊരു ഉറവയുണ്ടായിരുന്നു. ആ ഉറവ എപ്പോഴും പൊട്ടിപ്പുറപ്പെട്ട് അത് സന്തോഷിപ്പിക്കുന്ന ക്രിസ്തുവായ ഉറവയാണെന്ന് പൗലോസിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇങ്ങനെയായിരിക്കണം നമ്മുടെ വിശ്വാസം. എന്ത് കണ്ടാലും ഏത് കണ്ടാലും എനിക്ക് ഭയമില്ല. എന്ത് കണ്ടാലും ഏത് കണ്ടാലും ഞാൻ പതറിപ്പോകത്തില്ല. എന്ത് കണ്ടാലും ഏത് കണ്ടാലും ഞാൻ എൻ്റെ അകത്തിരിക്കുന്ന യൂദാ ഗോത്രത്തിൻ്റെ സിംഹം അലറി എഴുന്നേൽക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ വിശ്വാസത്തിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം.